നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സസൈസ് 9.3 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോംവർക്ക് ചെയ്തോ? ആരൊക്കെയാ ഹോംവർക്ക് ചെയ്തവര്? ആരും ഇല്ല അല്ലേ? ഉണ്ടായിരുന്നില്ല. ഉണ്ടായിട്ട് ചെയ്യാണ്ട് ആരൊക്കെയാ? എന്താ ചെയ്യാൻ? എന്താ ചെയ്യാൻ? ആരും ചെയ്തില്ലല്ലോ. എന്താ ചെയ്യാൻ? ഞാൻ മറന്നുപോയി. കൊള്ളാം. ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടേക്കാട്ടോ. അജയ്, ദിയ, വേദ ആരെല്ലാം ഉണ്ടായിരുന്നില്ല അല്ലേ? ആവശ്യമുണ്ടായിരുന്നു. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? 2 ഇക്വേഷൻസ് പഠിച്ചായിരുന്നു അല്ലേ? ഏതൊക്കെയാ ഇക്വേഷൻസ് നോക്കി പറഞ്ഞേ. ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് d between നോക്കി പറ. A line ax plus by plus c and x1 y1. ഒരു ലൈനിന്റെ ഇക്വേഷൻ ആണ് ax plus by plus c ഈക്വൽ ടു 0 ആൻഡ് ഒരു പോയിന്റ്, ഒരു ഫിക്സഡ് പോയിന്റ് ആണ് x1 y1. ഇവര് രണ്ടുപേരും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇക്വേഷൻ എന്താ പറ? d is equal to mod ax1 plus by1 plus c divided by root of a square plus b square. ഇതാണ് ഒരു ലൈൻ ax plus by plus c equal to 0യും ഒരു ഫിക്സഡ് പോയിന്റ് x1 y1 തമ്മിലുള്ള ഡിസ്റ്റൻസ്. നമ്മൾ പറഞ്ഞ ഇക്വേഷൻ പറഞ്ഞ d is equal to mod ax1 plus by1 plus c divided by root of a square plus b square. ഓക്കെ, ഇനി ഒരു ഇക്വേഷൻ കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? 2 പാരലൽ ലൈൻസ് അല്ലേ? 2 പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. പാരലൽ ലൈൻസിന്റെ ഇക്വേഷൻ എന്താ? അല്ല, ഇക്വേഷൻ പറഞ്ഞേ. പാരലൽ ലൈൻസിന്റെ ഇക്വേഷൻ ax plus by plus c1 equal to 0 and ax plus by plus c2 equal to 0. ഇത് 2 പാരലൽ ലൈൻസ് ആണ്. ഈ 2 പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ ഇക്വേഷൻ? d is equal to mod c1 minus c2 divided by root of a square minus b square. ഒന്ന് നോട്ട് ചെയ്ത് വെച്ച്, കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാതിരുന്നവര് നോട്ട് ചെയ്ത് വെക്കുക. a square പ്ലസ് ആണ്, a square plus b square. അത് കഴിഞ്ഞ എക്സസൈസ് ആയിരുന്നു. വന്നിട്ടുണ്ടോ? ഏത് ഇക്വേഷൻ? ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ടോ? ലീവ് ആയിരുന്നു. അപ്പൊ ഇനി എപ്പോഴാ ഇത് പഠിക്കാൻ പോണ? വീഡിയോ കാണോ? ടാൻ തീറ്റ, അത് സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ആണ് ടാൻ തീറ്റ. നിങ്ങൾ ആ വീഡിയോസ് കാണും കേട്ടോ. വീഡിയോസ് കാണും. സ്ട്രെയിറ്റ് ലൈൻസിനെ പറ്റി, ലൈൻസിനെ പറ്റിയിട്ടുള്ള ലൈൻസിന്റെ ഇക്വേഷൻസ് കണ്ടുപിടിക്കണം. ലൈനിന്റെ സ്ലോപ്പ് തീറ്റാന്ന് സ്ലോപ്പിന് ഇക്വേഷൻ ഉണ്ട്, അതാണ് ടാൻ തീറ്റ. പിന്നെ വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്, അത് കുറച്ച് ഇക്വേഷൻ. കഴിഞ്ഞോ? നോട്ട് ചെയ്ത് കഴിഞ്ഞോ? അത് മാത്രല്ല, ഇപ്പൊ ചെയ്യാൻ പോണ ക്വസ്റ്റ്യന് വേണ്ടത് അത് ഞാൻ പറയാം. ഓക്കെ, നിങ്ങളുടെ ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാ? ആ വീഡിയോ കണ്ടിട്ട് വരാട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ഒന്നും മനസ്സിലാവില്ല കേട്ടോ. Question number 3 നോക്കിയേ. Find the distance of the point -1 1 from the line 12x plus 6 equal 5y minus 2. ഇവിടെ എഴുതാം. Distance of the point -1 1 from 12 into x plus 6 equal 5 into y minus 2.
പറഞ്ഞേ. ഒരു ഫിക്സഡ് പോയിന്റ് തന്നിട്ടുണ്ട്. നിങ്ങൾ എന്താ ക്യാമറ ഓൺ ചെയ്യാത്ത? മിത്ര, ക്യാമറ ഓൺ ചെയ്തേ. മിത്ര, ജിസ്, ജിസ് ഇല്ലേ അവിടെ? ക്യാമറ ഓൺ ചെയ്. ഒരു ലൈൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഒരു ഫിക്സഡ് പോയിന്റ് തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു, അല്ലേ? അപ്പോൾ നമുക്ക് എപ്പോഴും ഇക്വേഷൻ ഏത് ഫോമിൽ വേണം? ഇക്വേഷൻ ഓഫ് ദ ലൈൻ, ഇക്വേഷൻ ഓഫ് ദ ലൈൻ ax പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0, ഈ ഫോമിൽ വേണം, അല്ലേ? ഇവിടെ പോയിന്റ് ഉണ്ട്. ഇനി ഇക്വേഷൻ ഈ ഫോമിലാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാമല്ലോ. ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഈ ഫോമിലാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ, അല്ലേ? അപ്പൊ ആ ഫോമിലേക്ക് ആക്കാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ. പറഞ്ഞേ, പറഞ്ഞേ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ കിട്ടാ? 12x പ്ലസ് 72 ഈക്വൽ 5y മൈനസ് 10. ഇനി എന്ത് ചെയ്യാം? ഇതിനെല്ലാം ഒരേ സൈഡിലോട്ട് കൊണ്ടുവരാം. അപ്പൊ എന്താ കിട്ടാ? 12x മൈനസ് 5y പ്ലസ് 82 ഈക്വൽ ടു 0. ഇങ്ങനെയല്ലേ കിട്ടാ? ഇങ്ങനെയല്ലേ കിട്ടാ? ഓക്കെ. ഇനി ഇവിടെ x1 y1 എന്താ? നമ്മുടെ ഫിക്സഡ് പോയിന്റ് എന്താ? x1 y1 പറ. ഫിക്സഡ് പോയിന്റ് എന്താ? -1 1. ക്യാപിറ്റൽ എയുടെ വാല്യൂ എന്താ? ക്യാപിറ്റൽ എയുടെ വാല്യൂ എന്താ? 12. ഇക്വേഷനിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് ക്യാപിറ്റൽ എ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ബി -5, ക്യാപിറ്റൽ സി 82. We have to find the distance between x1 y1 and this line, അല്ലേ? സോ ഡി ഇക്വേഷൻ എന്താ? ഇപ്പൊ ആരും എഴുതല്ലേ? ax1 plus by1 plus c1 divided by root of a square plus b square, which is equal to modulus of a യുടെ വാല്യൂ 12. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 12 into -1 plus -5 into 1 plus 82 divided by root of a square, that is 12 square, 144 plus 25, which is equal to modulus of -12 -5 plus 82 divided by root of 144 plus 25 എന്ന് പറഞ്ഞാൽ എത്രയാ? 169. root of 169 13. എത്രയാ? -12 -5 -17. 82 -17 65. mod 65 by 13 എത്രയാ? 5 units. This is the answer. കിട്ടിയോ? മേളി മാത്രല്ലേ? മേളില് മാത്രമേ ഉള്ളൂ. ഗായത്രിക്ക് പേപ്പർ കിട്ടിയോ? നിങ്ങളെല്ലാം ഒരേ ക്ലാസ്സിലാണോ? കഴിഞ്ഞ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം കേട്ടോ. എല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ? സിക്സ്റ്റി 65/13. മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് വാല്യൂ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആക്കാം.
അപ്പൊ മോഡ് 65 എന്ന് പറഞ്ഞാൽ 65 തന്നെയാണ്. 65 ഡിവൈഡഡ് ബൈ 13 എത്രയാണ്? 5. -65 വരെ നമുക്ക് ആൻസർ കിട്ടിയെങ്കിൽ മോഡുലസ് ഓഫ് -65 എന്ന് പറയുന്നത് 65, അതായത് പോസിറ്റീവ് വാല്യൂ. ആ ഡിസ്റ്റൻസ് അല്ലേ, ഡിസ്റ്റൻസ് അങ്ങനെ നെഗറ്റീവ് വരില്ലല്ലോ. അതുകൊണ്ടാണ് അവിടെ ആ മോഡ് ഇട്ടേക്കുന്നത് കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? Question number 4. Find the points on the x-axis whose distance from the line x by 3 plus y by 4 equal to 1 are 4 units. So what all things are given? എന്തൊക്കെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? ആ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, അതായത് d തന്നിട്ടുണ്ട്. വാട്ട് ഇസ് d? d ഈക്വൽ ടു 4 യൂണിറ്റ്സ്. പിന്നെ എന്താ തന്നേക്കുന്നത്? പിന്നെന്താ ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലേ? ഇക്വേഷൻ എന്താ? x by 3. Equation of line equal x by 3 plus y by 4 equal 1 അല്ലേ? ഇതാണ് ഇക്വേഷൻ. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? എക്സ് ആക്സിസിലാണ് പോയിന്റ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിന്റെ പ്രത്യേകത എന്തായിരിക്കും? എക്സ് ആക്സിസിലെ പോയിന്റ്സ് എല്ലാം എങ്ങനെയായിരിക്കും? y കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോ എന്താ പോയിന്റിന് എനിക്ക് a0 എന്ന് എടുക്കാം അല്ലെ? അതായത് നമ്മുടെ ഇക്വേഷനിൽ x1 y1 ഈക്വൽ a0. നമുക്ക് എന്താ ഈ പോയിന്റാ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഏത് ഇക്വേഷൻ എവിടെ യൂസ് ചെയ്യണ്ടേ? പറ, ഏത് ഇക്വേഷനാ? ഡിസ്റ്റൻസും ഇക്വേഷൻ ഓഫ് ദ ലൈനും പോയിന്റും കൂടിയുള്ള ഇക്വേഷൻ ഏതാ? സെയിം ഫോർമുല അല്ലേ? അതേതാ ഇക്വേഷൻ? d is equal to mod ax1 plus by1 plus c divided by root of a square plus b square which is equal to എന്താ? a എന്താ ഇവിടെ? ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇക്വേഷൻ എപ്പോഴും ഏത് ഫോർമുല ആയിരിക്കണം? ax plus by plus c equal to 0 എന്നുള്ള ഫോർമുല ആയിരിക്കണം നമ്മുടെ ഇക്വേഷൻ വേണ്ടത്. ഇവിടെ ആ ഫോർമുല ആണോ? അല്ല അല്ലേ? ഇവിടെ ഇത് ഏത് ഫോമാ? ഈ ഫോമിന് നമ്മൾ പറയുന്ന പേരെന്താ? x by a plus y by b equal 1. ആ ഫോമിന് നമ്മൾ പറയുന്ന പേരെന്താ? എയും ബി ഒക്കെ എന്താ? എയും ബിയും വേരിയബിളാ. കോഎഫിഷ്യന്റ്. എന്തിന്റെ കോഎഫിഷ്യന്റ്? എക്സിന്റെ കോഎഫിഷ്യന്റ്. എക്സ് ഇന്റർസെപ്റ്റ് വൈ ഇന്റർസെപ്റ്റ് അല്ലേ? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 എന്ന് പറയുന്നതില് എയും ബിയും എന്താ? എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും ആണ്. ഇന്റർസെപ്റ്റ് ഫോം ആണ് ഈ തന്നിരിക്കുന്നത്. ഈ ഇന്റർസെപ്റ്റ് ഫോമിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫോമിലോട്ടാക്കി മാറ്റണം. എങ്ങനെ മാറ്റാൻ പറ്റും? ഈ ഡിനോമിനേറ്റർ കളഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താ? ആദ്യം എന്ത് ചെയ്യണം? ലൈക്ക് ഫ്രാക്ഷൻസ് ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കണം. ഡിനോമിനേറ്റർ സെയിം ആക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ. എന്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പൊ എന്താ കിട്ടാ? ഇതിനെ നമുക്ക് 4x plus 3y by 12 equal 1. That is 4x plus 3y equal minus 12 equal 0. ഈ ഫോമിൽ കിട്ടും അല്ലേ? ഇങ്ങനെയാക്കി മാറ്റാലോ. 4x മൈനസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 4x. അപ്പൊ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4x plus 3y by 12 equal 1 എന്നാണ് കിട്ടുന്നത്. നമുക്ക് ആ ഫോമിലല്ല വേണ്ടത്. നമുക്ക് എന്താ? എക്സിന്റെ ടേമും വൈയുടെ ടേമും കോൺസ്റ്റന്റ് ടേമും എല്ലാം ഒരു സൈഡിൽ വേണം. ഈക്വൽ ടു 0 എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മാറ്റണ്ടേ. സോ നമ്മൾ എങ്ങനെ എഴുതി? 4x plus 3y. ഈ 12 ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ 12 വരെ
when it comes to this side it will change to -12 equal to 0. കിട്ടിയോ? അപ്പൊ എയുടെ വാല്യൂ എന്താ 4, ബിയുടെ വാല്യൂ എന്താ 3, സിയുടെ വാല്യൂ -12. ഇനി നമ്മുടെ ഇക്വേഷനോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാണ് ഇക്വേഷൻ അല്ലേ? ഇവിടെ ഡിയുടെ വാല്യൂ നമുക്ക് അറിയാം എത്രയാണ് 4 ഈക്വൽ മോഡ് എയുടെ വാല്യൂ എത്രയാ 4 ഇൻറ്റു x1 എത്രയാ a അല്ലേ പ്ലസ് ബിയുടെ വാല്യൂ എത്രയാ 3 ഇൻറ്റു y1 എത്രയാ 0 പ്ലസ് സി എത്രയാ -12 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. a സ്ക്വയർ എത്രയാ 16 പ്ലസ് 9 which is equal to 4 equal mod 4a minus 12 divided by root of 25 എത്രയാ 5 അല്ലേ which implies mod 4a minus 12 equal 20. ഞാൻ ചെയ്തേ ബാക്കി ചെയ്തേ ഇങ്ങനെയല്ലേ കിട്ടിയ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു ഡിനോമിനേറ്റർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇത്രയൊന്നും ചെയ്തേ എയുടെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കണേ. ആ എക്സ് കോർഡിനേറ്റ് ഒരെണ്ണം കിട്ടിയല്ല. ഇവിടെ മോഡല്ലേ മോഡ്ലെസ് മാറ്റുമ്പോൾ നമ്മൾ പ്ലസ് എടുക്കണം മൈനസ് എടുക്കണം. ഇപ്പൊ മോഡ് എക്സ് ഈക്വൽ ടു 5 എന്ന് ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഇനി രണ്ട് വാല്യൂസ് വരുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 5 വരാം മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 5 വരാം അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് വാല്യൂ വന്നേക്കുന്നത് എന്താ മോഡ് 4a minus 12 ഈക്വൽ ടു 20 എന്നാ. അപ്പൊ 4a minus 12 ഈക്വൽ 20 ഇതൊരു വാല്യൂ. പിന്നെ മൈനസ് ഓഫ് 4a minus 12 ഈക്വൽ 20. രണ്ട് ഇക്വേഷൻസും സോൾവ് ചെയ്യണം കേട്ടോ. സ്റ്റെപ്പ് എന്താണ് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ ഇതിനകത്ത് y1 0 ഇട്ട് കൊടുത്താല് x1 എന്ന് കൊടുക്കും. x1 എന്ന് പറഞ്ഞ a അല്ലേ? x1 എന്ന് കൊടുക്കുക. ഇവിടെ ഈ മോഡ് എന്ന് പറഞ്ഞാല് എന്താ ഇതിനുള്ളിലും പ്ലസ് ഇത് വന്നാലും പ്ലസ് ഇപ്പൊ എന്താ ഇതിന്റെ മോഡ് ഓഫ് 4a minus 12 20 ആണ്. മോഡ്ലെസ് ഓഫ് മൈനസ് ഓഫ് 4a minus 12 20 ആണ് അല്ലേ? അപ്പൊ ആ രണ്ട് വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇവിടെ ഏത് 4a minus 12 ഈക്വൽ ടു 20. അടുത്തത് മൈനസ് ഇവിടെ ഏത് മൈനസ് ബ്രാക്കറ്റ് മൈനസ് പുറത്ത് അങ്ങനെയല്ല ബ്രാക്കറ്റിന് പുറത്ത് മൈനസ് ഇനി ബ്രാക്കറ്റിൽ 4a minus 12 ഈക്വൽ 20. ഇത് ചെയ്തു ഇത് സോൾവ് ചെയ്തു. എയുടെ വാല്യൂ കണ്ടുപിടിക്കും. എയുടെ വാല്യൂ കിട്ടിയോ? രണ്ട് വാല്യൂസും കിട്ടിയോ? എന്താ കിട്ടിയ? ഒരെണ്ണേ കിട്ടിയല്ല. 4a equal 32, a equal 32/4 which is equal to 8. പിന്നെ minus 4a plus 12 equal 20, minus 4a equal 8, a equal 8/. ഈ രണ്ട് വാല്യൂസ് ആണോ കിട്ടിയത്? 2 ആണോ? 2 -2. അപ്പൊ നമ്മുടെ പോയിന്റ് എന്താ? therefore the required point എന്താ? നമ്മുടെ required point എന്തായിരുന്നു? a0 ആയിരുന്നു അല്ലേ? which is equal to a0 അല്ലേ നമ്മുടെ പോയിന്റ്?
അപ്പോൾ 80 അല്ലെങ്കിൽ -20. ഇതാണ് റിക്വയർഡ് പോസിബിലിറ്റീസ്. കഴിഞ്ഞോ? നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോ? ജിസ്സേ, ചിത്ര, എന്തേലും പറയൂ. കേൾക്കുന്നുണ്ട്? കേട്ടില്ല. എന്താ ജിസ്സേ പറഞ്ഞ്? മെസ്സേജ് ചെയ്യോ? ജിസ് എന്താ പറഞ്ഞേ? Next question. Question number 5. Find the distance between. ചെയ്തോ? അത് അപ്പൊ ആ 2 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ചെയ്തിരിക്കും. അത് അല്ല, ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു ഈ 3rd ക്വസ്റ്റ്യൻ ഒക്കെ ഹോംവർക്ക് ആയിരുന്നു. നിങ്ങൾ പിന്നെ ചെയ്യാതിരുന്നോണ്ടിട്ട്. ചെയ്തതല്ല, ആരും ചെയ്തില്ല, അതുകൊണ്ട് ആണല്ലേ. അപ്പൊ അത് ഹോംവർക്ക് ആണ് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 6 ചെയ്യാം. Question number 5. 6. Question number 6. Find the equation of the line parallel to the line 3x minus 4y plus 2 equal to 0 and passing through the point -2, 3. In the question, we have to find the equation of a line. അല്ലെ, ഒരു ലൈനിന്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ആ ലൈൻ എങ്ങനെയാണ്? 3x minus 4y plus 2 equal to 0 എന്ന് പറയുന്ന ലൈനിന് പാരലൽ ആണ്. പാരലൽ ലൈൻസിന്റെ പ്രത്യേകത എന്താ? പാരലൽ ലൈൻസ് ആണെങ്കിൽ -1 അത് പെർപെൻഡിക്കുലർ ലൈൻസിന്റെ ആണ്. പാരലൽ ലൈൻസ് ആണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും? എന്തായിരിക്കും സ്ലോപ്പ്? സെയിം ആയിരിക്കും. നിങ്ങൾ ആദ്യമായിട്ട് വന്നിരിക്കുകയാണോ ഈ ക്ലാസ്സിൽ? അല്ലല്ലോ. പറ. ലൈൻസ് പാരലൽ ആണെങ്കിൽ സ്ലോപ്പ് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്കൊരു പാരലൽ ലൈൻ തന്നിട്ടുണ്ട്. ആ ലൈൻ വെച്ചിട്ട് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാമല്ലോ. ഇനി ആൻഡ് പാസിംഗ് ത്രൂ ദ പോയിന്റ് -2, 3. ആ ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ആദ്യം നിങ്ങൾ സ്ലോപ്പ് കണ്ടുപിടിച്ചേ. ഇക്വേഷൻ ഓഫ് പാരലൽ ലൈൻ തന്നിട്ടുണ്ട്. 3x minus 4y plus 2 equal to 0. ഇനി എന്താ? We know that parallel lines have same slopes. സ്ലോപ്പ് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ഇനി ഈ ലൈനിന്റെ സ്ലോപ്പ് ഒന്ന് കണ്ടുപിടിച്ചേ. എങ്ങനെയാണ്? y is equal to mx plus c. ആ ഫോമിൽ എഴുതും തന്നിരിക്കുന്ന ഇക്വേഷന്. നമുക്ക് ഇവിടെ ഇക്വേഷൻ 3x minus 4y plus 2 equal to 0 എന്ന് പറഞ്ഞ ഫോമിലാണ് ഇപ്പൊ നമുക്ക് ഇക്വേഷൻ തന്നിരിക്കുന്നത്. നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, y is equal to mx plus c. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമാണ്.
ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഈ ഇക്വേഷൻ ഇങ്ങനത്തെ ഫോമിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ എക്സിന്റെ കോയിഫിഷ്യന്റ് ആരായിരിക്കും? സ്ലോപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പൊ സ്ലോപ്പ് എന്താണെന്ന് അറിയോ ഇനി? അപ്പൊ ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫോമിലോട്ട് ആക്കണം. y is equal to എന്ന് പറഞ്ഞ ഫോമിലോട്ട് ആക്കണം. ഒന്ന് ചെയ്തേ. നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും, ഈ ചാപ്റ്റർ പഠിച്ചിട്ട് വേണം വരാൻ. അടുത്ത ക്ലാസ് എന്നാ? അടുത്ത ക്ലാസ് ഫ്രൈഡേ. അല്ല, ഇതൊന്നും അറിയാണ്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ അടുത്ത പോർഷനിലോട്ട് പോകണം? അതിന്റെ അടുത്ത ക്ലാസ് വേണ്ട. അതിന്റെ അടുത്ത ക്ലാസ് വേണം, നമുക്ക് വേറെ ടെസ്റ്റ് പേപ്പർ ഇടാം. നോക്കാം. നിങ്ങൾ എന്താ പറഞ്ഞത്? ഒരു എക്സാം കഴിഞ്ഞതേ ഉള്ളൂന്നാണോ? അത് സാരില്ല, ഒരു ചാപ്റ്റർ അല്ലേ. ഇതറിയാണ്ട് ഇങ്ങനെ മനസ്സിലാവാണ്ട് നിങ്ങൾ മുന്നോട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ടുള്ളത് മനസ്സിലാവില്ല. ആഹാ, കൊള്ളാതെ വീഡിയോസ് ഒക്കെ അവൈലബിൾ അല്ലേ? അത് മതി. അപ്പൊ വീട്ടിൽ പോയി വീഡിയോസ് ഒക്കെ കണ്ട് മനസ്സിലാക്കി സമയം എടുത്ത് പഠിച്ചിട്ട് ഫ്രൈഡേ വന്ന് ടെസ്റ്റ് പേപ്പർ എഴുതി പോവാം കേട്ടോ. അപ്പൊ എല്ലാം പഠിച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നല്ല ഉഷാറായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. പോരെ? നോക്കാം. ഇവിടെ നോക്കിയാൽ നമുക്ക് y is equal to എന്ന് പറഞ്ഞ ഫോർമുല വേണ്ട അല്ലെ? ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4y equal 3x plus 2 എന്ന് കിട്ടും. നമുക്ക് 4y അല്ല വേണ്ടത്, y ആണ് വേണ്ടത്. y is equal to 3/4x plus 2/4. അപ്പൊ സ്ലോപ്പ് എത്രയാ? m എത്രയാ? 3/4 ആണ് കേട്ടാ. നേരത്തെ ചെയ്താണ്ട് നമുക്ക് y is equal to എന്ന് പറഞ്ഞ ഫോമിൽ വേണം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സ്ലോപ്പ് is equal to 3/4. കിട്ടിയോ? ഇനി നോക്കിക്കേ, നമുക്ക് സ്ലോപ്പ് കിട്ടി, ഒരു ഫിക്സഡ് പോയിന്റ് തന്നിട്ടുണ്ട്. ഫിക്സഡ് പോയിന്റ് ഏതാ? x0 y0 എന്ന് വിളിക്കാം. ഫിക്സഡ് പോയിന്റ് ഏതാന്നാ പറഞ്ഞേക്കുന്നത്? -2 3 അല്ലേ? x0 y0 എന്താ? -2 3. ഇവിടെ നമുക്ക് ലൈനിന്റെ സ്ലോപ്പും അറിയാം, ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റും അറിയാം. ഈ രണ്ട് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇക്വേഷൻ എന്തെങ്കിലും എഴുതാൻ പറ്റുമോ? ഏത് ഇക്വേഷൻ? y minus y0 is equal to m into x minus x0. which is equal to y minus y0 എന്താ? 3 equal m കിട്ടിയിട്ടുണ്ട് 3/4 x minus -2. that is 4y minus 12 equal 3x plus 6. implies 3x minus 4y plus 6 plus 12 plus 18 equal to 0. ഇതാണ് ഇക്വേഷൻ കേട്ടോ. കഴിഞ്ഞോ? അനല കഴിഞ്ഞോ? കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ കഴിഞ്ഞോ? മിത്രാഞ്ചസ് കഴിഞ്ഞോ?
Question number 7. Find the equation of the line perpendicular to the line x minus 7y plus 5 equal to 0 and x intercept 3. എന്തൊക്കെ തന്നിട്ടുണ്ട്? പെർപെൻഡിക്കുലർ ലൈൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലേ? സോ ഇക്വേഷൻ ഓഫ് പെർപെൻഡിക്കുലർ ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കാനല്ലായിരുന്നോ പറഞ്ഞത്? അപ്പോൾ ഇക്വേഷൻ ഓഫ് ദ പെർപെൻഡിക്കുലർ ലൈൻ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 7y പ്ലസ് 5 ഈക്വൽ ടു 0. എക്സ് ഇന്റർസെപ്റ്റിനെ നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യണേ? എ ആണോ? ഇന്റർസെപ്റ്റ് ഫോമിൽ എ വെച്ചിട്ടാ. വേറൊരു ഫോം പഠിച്ചിട്ടുണ്ടല്ലോ, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. സി എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റ്, ഡി ആണ് കേട്ടോ. ഡി ഇസ് ഈക്വൽ ടു 3. ഇനി പറഞ്ഞേ, ഇക്വേഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യും? ഇവിടെ നമുക്ക് എക്സ് ഇന്റർസെപ്റ്റ് തന്നിട്ടുണ്ട്. എക്സ് ഇന്റർസെപ്റ്റ് യൂസ് ചെയ്തിട്ട് 2 ഇക്വേഷൻസ് ഉള്ളത്. ഏതൊക്കെയാ? ഒന്ന് ഇന്റർസെപ്റ്റ് ഫോം. ഓക്കെ, ഒന്ന് ഇന്റർസെപ്റ്റ് ഫോം ആണ്. ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നത് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നത്. ഇതിനകത്ത് എ എന്ന് പറയുന്നത് എക്സ് ഇന്റർസെപ്റ്റ് ആണ്, ബി എന്ന് പറയുന്നത് വൈ ഇന്റർസെപ്റ്റ് ആണ്. ഇനി വേറെ ഇന്റർസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ പഠിച്ചത് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ആണ്. എന്തായിരുന്നു സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം? y is equal to mx plus c. ആ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു ഇക്വേഷൻ കൂടെ പഠിച്ചിട്ടുണ്ടല്ലോ, എക്സ് ഇന്റർസെപ്റ്റ് വെച്ചിട്ട് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. y is equal to m into x minus d. 2 ഇക്വേഷൻ ഉണ്ട്. y is equal to mx plus c യും ഉണ്ട്, m into x minus d യും ഉണ്ട്. ഇവിടെ ഈ c എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റ് ആണ്, d എന്ന് പറയുന്നത് x ഇന്റർസെപ്റ്റ് ആണ്. അപ്പോ ഈ കേസിൽ നമുക്ക് ഇതിൽ ഏത് ഇക്വേഷനാ യൂസ് ചെയ്യാൻ പറ്റുക? നമുക്ക് ഇവിടെ ഇക്വേഷൻ ഓഫ് എ പെർപെൻഡിക്കുലർ ലൈൻ തന്നിട്ടുണ്ട്, എക്സ് ഇന്റർസെപ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുക? സ്ലോപ്പ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റുമോ ഇല്ലയോ? പറ്റില്ല. ഇപ്പൊ എഴുതണ്ട കേട്ടോ, ഇപ്പൊ എഴുതണ്ട, സമയം ഞാൻ തരും എഴുതാൻ. ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് ഇവിടെ എക്സ് ഇന്റർസെപ്റ്റ് മാത്രമേ തന്നിട്ടുള്ളൂ, വൈ ഇന്റർസെപ്റ്റ് തന്നിട്ടില്ല. ഓക്കെ, ഇനി ഇവിടെ ആണെങ്കിൽ ഇവിടെ നമുക്ക് വേണ്ടത് വൈ ഇന്റർസെപ്റ്റ്, അത് നമുക്ക് തന്നിട്ടില്ല, ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഇതാ. അപ്പൊ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് ഇന്റർസെപ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കണം? സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റുമല്ലോ. പെർപെൻഡിക്കുലർ ലൈൻ്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. പെർപെൻഡിക്കുലർ ലൈൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റിക്വേർഡ് ലൈനെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? പറ്റും കേട്ടോ. എങ്ങനെയാ ഈ പെർപെൻഡിക്കുലർ ലൈൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞേ? സ്ലോപ്പ് എങ്ങനെയാ കണ്ടുപിടിക്കണേ? y is equal to mx plus c ഫോമിലോട്ട് മാറ്റുക ഇക്വേഷനെ. അപ്പൊ എന്ത് കിട്ടും? 7y is equal to x plus 5 എന്ന് കിട്ടും. അപ്പൊ y is equal to x by 7 plus 5 by 7 ഇങ്ങനെ വരാം. ഓക്കെ, അപ്പൊ സ്ലോപ്പ് എന്താ? സ്ലോപ്പ് ഓഫ് പെർപെൻഡിക്കുലർ ലൈൻ, അതിനെ നമുക്ക് m1 എന്ന് വിളിക്കാം. എത്രയാ? 1/7. എക്സിന്റെ കോഎഫിഷ്യന്റ് 1/7. ഇനി നമുക്കറിയാം ഫോർ പെർപെൻഡിക്കുലർ ലൈൻസ്, 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ m1 m2 എന്ന് പറയുന്നത് എന്തായിരിക്കും? -1 ആയിരിക്കും. ഓക്കെ, അപ്പോ നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? സ്ലോപ്പ് ഓഫ് റിക്വേർഡ് ലൈൻ. നമുക്കിവിടെ ചോദിച്ചിരിക്കുന്ന ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പിന്റെ റെസിപ്രോക്കൽ എടുക്കുക, നെഗറ്റീവ് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ പെർപെൻഡിക്കുലർ ലൈൻസിൽ ഏതെങ്കിലും ഒരു ലൈനിന്റെ സ്ലോപ്പ് നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ അടുത്ത ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയ സ്ലോപ്പിന്റെ എന്തെടുക്കുക? റെസിപ്രോക്കൽ എടുക്കുക ആൻഡ് ദെൻ പുട്ട് എ നെഗറ്റീവ് സൈൻ ഫോർ ദാറ്റ്. ഓക്കെ, അപ്പൊ എന്താ വരിക? സ്ലോപ്പ് ഓഫ് ദ റിക്വേർഡ് ലൈൻ. ഇതിന്റെ റെസിപ്രോക്കൽ എന്താ? 7. 7ന് നെഗറ്റീവ് സൈൻ കൊടുക്കുക, അപ്പൊ -7 ആണ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് സ്ലോപ്പ് കിട്ടി, ഇന്റർസെപ്റ്റും കിട്ടി. ഇനി ഇക്വേഷൻ ഒന്ന് കണ്ടുപിടിച്ചേ.
എന്ത് പറ്റി ഗായത്രി, കിട്ടുന്നില്ലേ? ഇത്ര എഴുതിയോ? ഇത്രയും ചെയ്തോ? ഇത്ര എഴുതിയോ? നിങ്ങക്ക് ഇതുവരെ പറഞ്ഞാലേ എന്തേലും ഡൗട്ട് ഉണ്ടോ? ഇതുവരെ പറഞ്ഞാലും ഒന്നും കൂടെ പറയണം എന്ന് ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു. എക്സും വൈയും ഇന്റർസെപ്റ്റ് എന്താണ്? എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ കോർഡിനേറ്റ് ആക്സിസ് ഇതാണ് അല്ലെ, എക്സ് ആക്സിസ് വൈ ആക്സിസ്. ഒരു ലൈൻ ഇങ്ങനെ പോകുക, ലൈൻ എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് എക്സ് ഇന്റർസെപ്റ്റ്. വൈ ആക്സിസിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് വൈ ഇന്റർസെപ്റ്റ്. ഇത്രയും കഴിഞ്ഞു എല്ലാരും? ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? സ്ലോപ്പും കിട്ടി, എക്സ് ഇന്റർസെപ്റ്റും കിട്ടി. അപ്പൊ ഇക്വേഷൻ ഓഫ് ദ റിക്വേർഡ് ലൈൻ എന്താ? y is equal to m into x minus d. y is equal to m എത്രയാ? -7 into x minus d യുടെ വാല്യൂ 3. This is equal to -7x plus 3. ഇതാണ് ഇക്വേഷൻ. y minus 7x minus 3 equal to 0. ആ ശരി ശരി. പ്ലസ് 21 അല്ലേ? 21 ഈക്വൽസ് എന്താ? ആ ശരിയാ. ഇത് വേണമെങ്കിൽ നമുക്ക് 7x plus y minus 21 equal to 0 എന്ന് എഴുതാം. കിട്ടിയോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും ആ ഇക്വേഷൻസ് എല്ലാം പഠിച്ചിട്ട് വരണം, എന്നാലാണ് നിങ്ങൾക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എന്തായി? ഗായത്രി ഇല്ലായിരുന്നു. സാരംഗ് ഓൺലൈൻ അല്ലായിരുന്നു കുറച്ച് ദിവസമായിട്ട്? ആദ്യത്തെ ക്ലാസ്സിലാണ്. ഞാൻ കുറച്ച് കഴിയുമ്പോ അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്തിട്ട് വരാം. അതിനകത്തുണ്ടാകും എന്തായാലും. നീ അത് പറഞ്ഞ് തല്ലി പിടിക്കണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ.
ഇത് കംപ്ലീറ്റ് ചെയ്താ? തീരില്ലായിരിക്കും. 17 ക്വസ്റ്റ്യൻസ് അല്ലേ. Question number 8. Find the angles between the lines root 3x plus y equal to 1 and x plus root 3y equal to 1. എങ്ങനെയാ കണ്ടുപിടിക്കുക? രണ്ട് ലൈൻസിന്റെ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. We have to find the angle theta between these two lines. ഈ തീറ്റയും എന്തെങ്കിലും ലൈൻസിന്റെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടോ? എന്താ? tan theta is equal to modulus of m2 minus m1 ഓ m1 minus m2 ഏതാണെങ്കിലും കുഴപ്പമില്ല, ഡിവൈഡ് ബൈ 1 plus m1 m2. Tan theta equal modulus of m1 minus m2 divided by 1 plus m1 m2. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പഠിച്ചിട്ടില്ലേ? tan theta സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. മോഡുലസ് ഓഫ് m2 മൈനസ് m1 ഏതാണെങ്കിലും കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, നമ്മൾ എന്താ മോഡുലസ് എടുക്കുന്നുണ്ടല്ലോ, കുഴപ്പമില്ല. ഇനി ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആണ് തന്നേക്കുന്നത്. വേണമെങ്കിൽ m2 മൈനസ് m1 തന്നെ ഇരിക്കും, കുഴപ്പമില്ല, ഏതാണെങ്കിലും കുഴപ്പമില്ല, മോഡുലസ് ഉള്ളതുകൊണ്ട് കേട്ടോ. ഇനി √3x plus y equal to 1 and x plus √3y equal to 1. രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, എന്ത് കണ്ടുപിടിക്കണം, നമ്മൾ എന്ത് വേണം? ഈ m1 m2 ഒക്കെ എന്തെന്നാ? സ്ലോപ്സ് ഓഫ് ദ ലൈൻസ് ആണ് അല്ലെ? രണ്ട് ലൈൻസിന്റെ സ്ലോപ്പാ. അപ്പൊ രണ്ട് ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻസിന് എന്ത് കണ്ടുപിടിക്കണം? സ്ലോപ്പ് കണ്ടുപിടിക്കണം. അത് നിങ്ങൾ തനിയൊന്ന് ചെയ്ത്, ഇപ്പൊ നമ്മൾ ചെയ്തുല്ലോ കുറെ തവണ, ഒന്ന് ചെയ്തേ. എങ്ങനെയാ, ഏത് ഫോമിലേക്ക് ആക്കണ്ടേ? y is equal to mx plus c എന്നുള്ള ഫോമിലേക്ക് രണ്ട് ഇക്വേഷനെ മാറ്റുക, എന്നിട്ട് ചെയ്യുക കേട്ടോ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? സോൾവ് ചെയ്യാൻ പറ. ഏത് ഇക്വേഷൻ? ഇക്വേഷൻ ഇല്ല, നമ്മൾ എന്താ, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ y is equal to mx plus c എന്ന് പറഞ്ഞ ഫോമിലേക്ക് ആക്കണം. ഈ കഴിഞ്ഞ രണ്ട് ക്വസ്റ്റിലും നമ്മൾ ചെയ്തില്ലേ, റീഅറേഞ്ച് ചെയ്ത്, അതേപോലെ ചെയ്യാനാ പറഞ്ഞ. കിട്ടിയാ നന്ദന? രണ്ടിനെ കണ്ടുപിടിച്ചോ? രണ്ട് ഇക്വേഷൻസ് തന്നിട്ടില്ലേ നമുക്ക്? രണ്ട് ഇക്വേഷൻസ് ഞാൻ കണ്ടുപിടിക്കണം. രണ്ട് ലൈൻസ് ഉണ്ട് നമുക്ക്, അപ്പൊ m1 m2. വിമല് വന്നില്ല അല്ലേ ഇന്ന്? എന്ത് പറ്റി അറിയില്ല. വേറെ ആരൊക്കെയാ വരാതെ? ജിസ്, ആദർശ്, വൈഷ്ണവി, മിത്ര ഓൺലൈൻ ഉണ്ട്. ടീച്ചറുടെ വാല്യൂ എത്ര? ടീച്ചറുടെ വാല്യൂ ടീച്ചർ കണ്ടുപിടിക്കാൻ അതിനോട് ചോദിച്ചു. കിട്ടിയോ? അല്ല, 30. കിട്ടിയോ? നിങ്ങക്ക് കിട്ടിയോ അജയ്?
കിട്ടിയോ സയാൻ? നോക്കാം. ഇവിടെ √3x + y = 1 റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാ? 1y = -√3x + 1 അല്ലെ? അപ്പൊ ഇവിടുത്തെ m1 എത്രയാ? m1 = -√3. ഇനി ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്താ കിട്ടാ? √3y = -x + 1, y is equal to -x/√3 plus 1/√3. രണ്ടെണ്ണോ? രണ്ട് ഇക്വേഷൻസ് വേണം നമുക്ക്. m1 m2 വേണമല്ലോ, രണ്ട് ലൈൻസിന്റെയും സ്ലോപ്പ് വേണം. ഇവിടെ രണ്ട് ലൈൻസിന്റെയും ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ m2 = -1/√3. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. tan θ = മോഡുലസ് ഓഫ് m2 - m1 -1/√3 -1/√3 -√3 divided by 1 plus -1/√3 into -√3 equal -1 plus 3/√3 divided by 1 plus ഇതാണോ? മൈനസ് മൈനസ് പ്ലസ് ആവില്ലേ? മൈനസ് ഇവിടെ മൈനസ് വരാം, പക്ഷെ -√3 എന്നല്ലേ വന്നെ? ഏതെടുത്താലും കുഴപ്പമില്ല, എന്തായാലും മോഡുലസ് അല്ലേ, അപ്പൊ അതിന് പ്രശ്നമില്ല. അപ്പൊ 1 + 1 which is equal to 3 - 1 2/√3 divided by 2 which is equal to 1/√3 എന്ന് കിട്ടി അല്ലെ? tan θ = 1/√3 എന്ന് കിട്ടി. ടാന്റെ ഏത് വാല്യൂവിനാണ് 1/√3 ഉള്ളത്? therefore θ = 30 degree. കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്തോ? ഗായത്രി കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The line through the points H3 and 4, 1 intersects a line 7x - 9y - 19 = 0 at right angle. Find the value of h. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു ലൈൻ ഉണ്ട്, ആ ലൈൻ പാസ് ചെയ്യുന്ന രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട് അല്ലെ? ഏതൊക്കെയാ പോയിന്റ്സ്? H3 and 4, 1. ഇനി ഇതേ ലൈൻ എവിടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്? മറ്റൊരു ലൈനിൽ റൈറ്റ് ആംഗിൾ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, 7x - 9y - 19. അപ്പോ ഈ ലൈനും ഇക്വേഷൻ തന്നിരിക്കുന്ന ലൈനും തമ്മിലുള്ള കണക്ഷൻ എന്താ? ഫസ്റ്റ് ലൈനിൽ പെർപെൻഡിക്കുലർ ആണ് നെക്സ്റ്റ് ലൈൻ അല്ലെ?
അല്ലേ? പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങനെ ഒരു വികാരം ഇല്ലാണ്ടിരിക്കല്ലേ? നിങ്ങൾക്ക് പറയണത് മനസ്സിലാവണണ്ട? ആ കേട്ടിട്ടില്ല. നിങ്ങളൊന്ന് വായിച്ചേ, ക്വസ്റ്റ്യൻ വായിച്ചേ. ഞാൻ ചോദിക്കുന്നവരെ എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ ക്വസ്റ്റ്യൻ. എല്ലാരും ക്വസ്റ്റ്യൻ വായിച്ചേ. അല്ല, മനസ്സിൽ വായിച്ചാ മതി. വായിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അനല പറഞ്ഞേ, എന്താ മനസ്സിലായത്? പറ. ആ മറ്റേ ലൈനിൽ പോയി ഇന്റർസെക്ട് ചെയ്യും. അപ്പൊ അത്രയും ഞാൻ പറഞ്ഞു നിർത്തി ഇവിടെ. ഏത് പോയിന്റാ കണ്ടുപിടിക്കേണ്ടത്? പോയിന്റ് അല്ല, വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എച്ച് അല്ലെ? എങ്ങനെ കണ്ടുപിടിക്കും? വേദ പറഞ്ഞേ. പെർപെൻഡിക്കുലർ. വേദ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ചിരിക്കണ. അറിയാവുന്നത് പറ. ഒന്ന് ആലോചിച്ച് നോക്കിട്ട് അറിയാവുന്നത് പറ. ദിയ. തെറ്റിയാലും കുഴപ്പമില്ല, നിങ്ങൾ പറ. നിങ്ങൾ ഇങ്ങനെ അറിയില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇരിക്കുള്ളൂ. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് ചോദിച്ചാല് അതുപോലെ നിങ്ങൾ പറയുന്നില്ല. നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. പറഞ്ഞേ ദിയ, പറഞ്ഞേ. പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ എന്തറിയാം? രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരെ പറ്റി നിങ്ങൾക്ക് എന്താ അറിയാവുന്നേ? ആ സ്ലോപ്പ് എന്തായിരിക്കും? ആ സ്ലോപ്പിന്റെ പ്രൊഡക്റ്റ് -1 ആയിരിക്കും. അത് അറിയാവുന്ന കാര്യമല്ലേ? നിങ്ങൾക്ക് അറിയാൻ വയ്യാത്താണോ? ഇപ്പൊ അറിഞ്ഞതാണോ? അല്ല, ഓൾറെഡി അറിയാവുന്ന കാര്യം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നൊന്നും ചെയ്തേ നോക്കട്ടെ. സ്ലോപ്പ് എന്താ? സ്ലോപ്പിന്റെ പ്രൊഡക്റ്റ് -1 ആണ്. ഇവിടെ സ്ലോപ്പ് തന്നിട്ടുണ്ടോ? ഇല്ല. കണ്ടുപിടിക്കണം. ആദ്യത്തെ ലൈനിന്റെ 2 പോയിന്റ്സ് നമുക്കറിയാം. 2 പോയിന്റ്സ് അറിയാമെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഗായത്രി? പറ്റുന്നില്ലെന്നാ? ഇതിന്റെ മീനിങ് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ കൈ മാറ്റിക്ക്. പറ്റും. കണ്ടുപിടിച്ചേ. 2 പോയിന്റ്സ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് എങ്ങനെയാ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത്? സ്ലോപ്പിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. അല്ല, എന്താണ് ഇക്വേഷൻ? y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1. രണ്ട് പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. സ്ലോപ്പ് is equal to y2 - y1 divided by x2 - x1. ചെയ്തേ. ഇനി m1 m2 = -1 അല്ലേ? അപ്പൊ അത് അപ്ലൈ ചെയ്യും. m1 × m2 = -1. ഫസ്റ്റ് സ്ലോപ്പ് എന്താ കിട്ടിയ? രണ്ടാമത്തെ ഇതെങ്ങനെയാ? അങ്ങനെയല്ല, ഇത് ഈ 2 പോയിന്റ്സ് വെച്ചിട്ട് കണ്ടുപിടിച്ചേ. ആ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് 2 പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? എച്ചിന്റെ വാല്യല്ലേ കണ്ടുപിടിക്കണ്ട. അപ്പൊ എച്ചിന്റെ ടേംസിൽ കിട്ടിയാലല്ലേ നമുക്ക് എച്ച് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആയാലും മതി. കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ലെങ്കിൽ എന്റെ അടുത്ത് പറയണം കേട്ടോ. കിട്ടിയോ? എങ്ങനെയാ ഈ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണേ? സ്ലോപ്പ് ഓഫ് ലൈൻ 1 പറഞ്ഞേ. ഇതാണ് നമ്മുടെ x1 y1, ഇതാണ് x2 y2. എന്താ? y2 - y1 1 - 3
ഡിവൈഡഡ് ബൈ 4 മൈനസ് എച്ച്. ഇതല്ലേ നമ്മുടെ ഫസ്റ്റ് ലൈനിന്റെ സ്ലോപ്പ്? ഇതാണോ കിട്ടിയേ? ഇനി നെക്സ്റ്റ് ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് ലൈൻ 2 എന്താണ്? 7x മൈനസ് 9y മൈനസ് 19 ഈക്വൽ ടു 0. ഇതിനെ നമുക്ക് ഏത് ഫോമിലോട്ട് മാറ്റണം? y is equal to mx plus c എന്ന് പറയുന്ന ഫോമിലോട്ട് മാറ്റുക. അപ്പൊ എന്താ കിട്ടുക? 9y ഈക്വൽ 7x മൈനസ് 19. അപ്പൊ y is equal to 7/9x മൈനസ് 19. ഇങ്ങനെ കിട്ടി. ഇതാണ് എന്റെ m1, ഇതാണ് എന്റെ m2. ഓക്കെ. ഇനി സിൻസ് 2 ലൈൻസ് ആർ പെർപെൻഡിക്കുലർ, 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആണെന്ന് ഗിവൺ ആണ് അല്ലെ? 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? m1 m2 ഈക്വൽ -1 എന്ന് പറയാം അല്ലെ? ഇപ്പൊ ആരും എഴുതണ്ട. m1 m2 ഈക്വൽ -1 എന്ന് പറയാം. നമുക്ക് 2 ലൈൻസിന്റെ സ്ലോപ്പ് കിട്ടി. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. m1 എന്ന് പറയുന്നത് എന്താ? 1 മൈനസ് 3 എത്രയാ? -2/4 മൈനസ് h. -2 ഡിവൈഡഡ് ബൈ 4 മൈനസ് h ഇൻറ്റു m2 എത്രയാ? 7/9 ഈക്വൽ -1. ഇവിടെ നിന്ന് സ്ലോപ്പ് എഴുതണം കേട്ടോ. m2 ഈക്വൽ 7/9. That is -14 divided by 9 into 4 minus h equal -1, which implies -14 equal -36 minus plus 9h. That is -14 plus 36 equal 9h, which implies 9h equal 36 22 h equal 22/9. 22/9 ആണോ കിട്ടിയേ? എല്ലാവർക്കും കിട്ടിയോ? tan theta വെച്ചിട്ട് tan 91 അങ്ങനെയല്ലേ കണ്ടുപിടിക്കാം? എന്താ കുഴപ്പം? നിങ്ങൾക്ക് എങ്ങനെ വേണേ കണ്ടുപിടിക്കാം. ശരി, കണ്ടുപിടിക്കാൻ പറ്റില്ല, സോറി. ഞാൻ സോറി. കഴിഞ്ഞോ? എല്ലാവരും കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തേ. Question number 10. വേദ നീച്ചാണ്. വേദ ഇങ്ങനെ ആർക്കാ ചെയ്യാൻ പറ്റും നോക്കും. വേദന മാറ്റണോ തീയന മാറ്റണോ? അതപ്പോ ഒരാളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ മൊത്തത്തിൽ നന്നായാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ.
Prove that the line through the point x1, y1 and parallel to the line ax plus by plus c equal to 0 is a into x minus x1 plus b into y minus y1 equal to 0. എങ്ങനെ ചെയ്യും? ചോദിക്കാനെ കൊടുക്കാം. പിന്നെന്താ ചോദിക്കാനെ കൊടുക്കാം. ചോദിക്കാനെ കൊടുക്കാം. കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത്. ഒരു പോയിന്റ് തന്നിട്ടുണ്ട് x1 y1. ഇനി ഒരു പാരലൽ ലൈൻ തന്നിട്ടുണ്ട് ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ആ ലൈനിന്റെ ഇക്വേഷൻ എന്തായിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. നമ്മൾ നോർമലി എന്താ നമ്പേഴ്സ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല, അതിനകത്ത് എങ്ങനെയാ നമ്മൾ ചെയ്യാം? ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, പാരലൽ ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ നമ്മൾ ഇക്വേഷൻ എഴുതാ? പറ, ഏത് ഫോമാ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുക? ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, ഒരു പോയിന്റ് ഉള്ള ഇക്വേഷൻ ഏതാ? പോയിന്റ് ഉള്ള എത്ര ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്? ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, പോയിന്റ് സ്ലോപ്പ് ഫോം അപ്ലൈ ചെയ്യാം. എന്താ പോയിന്റ് സ്ലോപ്പ് ഫോം? ഒരു പോയിന്റും വേണം, സ്ലോപ്പും വേണം. ഇവിടെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റുമല്ലോ. സ്ലോപ്പ് കണ്ടുപിടിക്കും. സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷൻ നമ്മൾ y is equal to mx plus c ഫോമിലാക്കണം അല്ലേ? ദാറ്റ് ഈസ് by equal minus ax minus c അല്ലേ? സോ y is equal to minus a by b x minus c by b. ഇങ്ങനെ എഴുതാമല്ലോ. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് അല്ലേ സ്ലോപ്പ് അല്ലേ? അപ്പോൾ m എത്രയാ? മൈനസ് a by b. ഓക്കെ, ഇനി ഒരു പോയിന്റും കിട്ടിയിട്ടുണ്ട്, കണ്ടുപിടിച്ചു. പോയിന്റ് സ്ലോപ്പ് ഫോം എന്താ? y മൈനസ് y നോട്ട് ഈക്വൽ m ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ഇക്വേഷനിൽ അപ്ലൈ ചെയ്തോ. എത്രയാട്ടെ? കഴിഞ്ഞോ? എല്ലാവർക്കും കിട്ടിയോ? അനല കിട്ടിയോ? അജയ് കിട്ടിയോ? എമ്മിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. എക്സ് നോട്ട് വൈ നോട്ട് എന്താ? നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയണം.
ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു കാര്യം, അത് ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് ചെയ്യണം കേട്ടോ. ഈ ചാപ്റ്ററിൽ കുറെ ഇക്വേഷൻസ് ഉണ്ട്. കുറെ ഇക്വേഷൻസ് അല്ല, കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് മര്യാദയ്ക്ക് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ആ ഇക്വേഷൻ ഒക്കെ പറയുമ്പോൾ നിങ്ങൾ ഇത് ഏത് ഭാഷ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ഒന്നുമില്ല, ഫംഗ്ഷനേക്കാളും ടഫ് ആണെന്നോ? സിമ്പിൾ ആണ്. ആ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ നിങ്ങളത് പഠിച്ചിട്ടില്ല, നിങ്ങൾക്കത് അറിയില്ല. പോയിന്റ് സ്ലോപ്പ് ഫോമോ, അതെന്താ ഇന്റർസെപ്റ്റ് ഫോമോ, അത് ആദ്യമായിട്ട് കേൾക്കുവാണല്ലോ എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പൊ ഇവിടെ ഓരോരുത്തർ ഇരിക്കണേ. അത് ആദ്യം മാറ്റി നിങ്ങൾ ഇത്രയുള്ള പോർഷൻസ് നോക്കിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വേഗം വേഗം ചെയ്യാം. ഇത് കഴിഞ്ഞോ? അപ്പൊ എം ഇസ് ഈക്വൽ ടു മൈനസ് എ ബൈ ബി കിട്ടി. ഇനി ഇക്വേഷൻ പറഞ്ഞേ. എക്സ് നോട്ട് വൈ നോട്ട് എന്താ? ഫിക്സഡ് പോയിന്റ് ആണ്. ഫിക്സഡ് പോയിന്റ് എന്താണ് തന്നേക്കുന്നത്? x1, y1. ഇനി അപ്ലൈ ചെയ്താ പോരെ? y മൈനസ് y1 ഈക്വൽ എം എന്ന് പറയുന്ന മൈനസ് എ ബൈ ബി ആണ് ഇൻറ്റു എക്സ് മൈനസ് x1 വിച്ച് ഇസ് ഈക്വൽ ടു. നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ? a ഇൻറ്റു എക്സ് മൈനസ് x1. b ഇൻറ്റു y minus y1 equal minus a into x minus x1. ഇനി നിങ്ങളുടേക്ക് വരുമ്പോഴത്തേക്കും a into x minus x1 plus b into y minus y1 equal to 0 കിട്ടിയില്ലേ? കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 11. അത് കുഴപ്പമില്ല. 2 lines passing through the point intersect each other at an angle of 60 degree. ആംഗിൾ തന്നിട്ടുണ്ട് 60 ഡിഗ്രി ആണ്. ഇഫ് സ്ലോപ്പ് ഓഫ് വൺ ലൈൻ ഇസ് 2, ഒരു ലൈനിന്റെ സ്ലോപ്പ് തന്നിട്ടുണ്ട് 2 ആണ്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി അതർ ലൈൻ. നമുക്കപ്പോൾ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി എന്ത് ചെയ്യാം? നമുക്കറിയാം ഈ ആംഗിൾ വരുന്ന ഇക്വേഷൻ ഏതാ? ആംഗിൾ ഉള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഏതാ? ടാൻ തീറ്റ. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു മോഡ് m1 മൈനസ് m2 ഡിവൈഡ് ബൈ 1 പ്ലസ് m1 m2 അല്ലെ? അപ്പോ ആ ഇക്വേഷനിൽ m1 ഉണ്ട് m2 ഉണ്ട്. ഇവിടെ ഒരു സ്ലോപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്ലോപ്പ് കിട്ടുമല്ലോ. കണ്ടുപിടിച്ച് നിങ്ങൾ അതൊന്ന് ചെയ്യട്ടോ.
ആൻസർ എത്ര കിട്ടി? നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് പറഞ്ഞേ, പറ. ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് പറയ്. നിങ്ങൾ എന്താ പറയാത്തെ? ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ടാൻ തീറ്റ തന്നിട്ടുണ്ടോ? തീറ്റ തന്നിട്ടുണ്ട്. തീറ്റ ഈസ് ഈക്വൽ ടു എന്താ? തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. പിന്നെ എന്താ തന്നേക്കുന്നത്? 2 ലൈൻസ് പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ഒരു ലൈനിന്റെ സ്ലോപ്പ് എത്രയാന്ന് തന്നിട്ടുണ്ട്? 2. അതെങ്ങനെയാ നമ്മൾ ഡിനോട്ട് ചെയ്യണേ? M1 M2 എന്ത് വേണം എടുത്തു. M1 ഇസ് ഈക്വൽ ടു 2 തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇക്വേഷൻ ഓഫ് ദി അതർ ലൈൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യുക? M2 കണ്ടുപിടിക്കുക. ആദ്യം ഒന്ന് കണ്ടുപിടിച്ച്. ഇക്വേഷൻ എന്താ? tan theta is equal to modulus of M1 minus M2 divided by 1 plus M1 M2. ഒന്ന് കണ്ടുപിടിച്ച്. കിട്ടുന്നില്ല. എന്താ കിട്ടാൻ? നോക്കാം. M2 is equal to root 3 M2. M2 club D. 2 root 3 minus 1. M2 കോമൺ എടുക്കും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ എന്താ? മോഡുലസ് ആണ്. അപ്പൊ രണ്ട് ആൻസേഴ്സ് വരും കേട്ടോ. ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? കിട്ടിയിട്ടില്ല? tan 60 വാല്യൂ എത്ര? അയ്യോ, വെരി ഗുഡ്.
എവിടെ കാണിച്ച വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് tan 60 tan 60 equal mod 2 minus m2 divided by 1 plus 2m2. tan 60 എന്ന് പറഞ്ഞാൽ എത്രയാ? √3 ഈക്വൽ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നെങ്കിൽ 2 മൈനസ് m1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2m2, അല്ലെങ്കിൽ √3 ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 2 മൈനസ് m1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2m2. -m2 കണ്ടുപിടിക്കാം. സോൾവ് ചെയ്യാം. m2 കണ്ടുപിടിക്കാം. √3 + 2 ആ. സൈൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. സൈൻ ചെക്ക് ചെയ്ത് നോക്കി. ആ അതിന്റെ കാര്യം താഴത്ത് ഇപ്പൊ അത് മേളിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താ? അത് രണ്ടുപേർക്കും കൂടെ ഉള്ളതാ. ഇപ്പൊ -1/2 എന്ന് പറയണതും 1/-2 എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ, ഇനിയിപ്പോ രണ്ടിലും മൈനസ് മതി. ആ നമ്പറിനാ നമ്മൾ മൈനസ് കൊടുക്കണം. ഇപ്പൊ ഈ 1/2 ഇപ്പൊ മോഡ് 1/2 എന്ന് പറഞ്ഞാൽ എന്താകും? ഒന്നെങ്കിൽ 1/2 അല്ലെങ്കിൽ -1/2 ആകാം. ഇങ്ങനെ വരാം. 1/-2 എന്ന് വന്നാലും കുഴപ്പമില്ല കേട്ടോ. കിട്ടിയോ? ആൻസർ കിട്ടിയോ? കിട്ടിയില്ലേ നിങ്ങക്ക്? ഞാൻ ഇവിടെ സോൾവ് ചെയ്യാം കേട്ടോ. ബാക്കി √3 + 2√3m2 equal 2 minus m2, √3 minus 2 equal 2√3m2 plus m2 equal 2 minus √3. ഒരു വാല്യൂ ഇതാണോ കിട്ടിയേ? ഒരു വാല്യൂ ഇതാണോ കിട്ടിയേ? ഇനി അടുത്ത വാല്യൂ ഇതേപോലെ കണ്ടുപിടിക്കുക. സോൾവ് ചെയ്യാം കേട്ടോ. തനിയെ ചെയ്യണേ. എന്നോട് പറഞ്ഞേ. കിട്ടിയോ? രണ്ടാമത്തെ വാല്യൂ കിട്ടിയോ? രണ്ട് വാല്യൂസ് കിട്ടും. അടുത്ത വാല്യൂ ഏതാ? ഇത് സോൾവ് ചെയ്യുമ്പോ, ഇത് സോൾവ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇത് കിട്ടിയത്. ഇനി ഇത് സോൾവ് ചെയ്യുമ്പോ എന്താ കിട്ടാ? √3 + 2√3m2 equal -2 + 2m plus m2. plus √3 equal m2 minus 2√3 m2 common എടുക്കുമ്പോ we will get 1 minus 2√3, 2 plus √3, therefore m2 equal 2 plus √3 divided by 1 minus 2√3. കിട്ടിയോ? ഈ ആൻസർ ആണോ കിട്ടിയ എല്ലാവർക്കും? ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ട്, എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിച്ചോളാം. ഇപ്പൊ തന്നെ ചോദിച്ചോളാം. കാൽക്കുലേഷൻസ് മാത്രമാണുള്ളത് കേട്ടോ. കിട്ടിയോ? ഇത്ര എഴുതിയോ? കംപ്ലീറ്റ് ചെയ്തോ? ഇനി നമ്മൾ എന്താ ഇനി കണ്ടുപിടിക്കണ്ടേ? കഴിഞ്ഞോ? ഇത്രയും ചെയ്താൽ മതിയോ? പോരാ. എന്താ കണ്ടുപിടിക്കണ്ടേ? ഇക്വേഷൻ ഓഫ് ദ ലൈനാ കണ്ടുപിടിക്കണ്ടേ. ആ ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ട
ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ട ലൈനിന്റെ സ്ലോപ്പ് അല്ലേ നമ്മളിപ്പോ രണ്ടെണ്ണം കണ്ടുപിടിച്ചേ. ഇനി എങ്ങനെ ഇക്വേഷൻ കണ്ടുപിടിക്കാം? y is equal to mx plus c ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? y ഇന്റർസെപ്റ്റ് വേണം. y ഇന്റർസെപ്റ്റ് വന്നിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ കയ്യിൽ ഇപ്പൊ എന്താ ഉള്ളത്? ആ ലൈനിന്റെ എന്തൊക്കെ ഉണ്ട് നമ്മുടെ കയ്യില്? സ്ലോപ്പ് ഉണ്ട്. വേറെ എന്തുണ്ട്? ഒരു പോയിന്റും ഉണ്ട്. പോയിന്റും സ്ലോപ്പും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷനെ യൂസ് ചെയ്യാൻ പറ്റുക? പോയിന്റ് സ്ലോപ്പ് ഫോം. എന്താ പോയിന്റ് സ്ലോപ്പ് ഫോമിന്റെ ഇക്വേഷൻ? y മൈനസ് y നോട്ട് ഈക്വൽ m ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ചെയ്തോ? ഇവിടെ നമുക്ക് രണ്ട് സ്ലോപ്പ് ഉണ്ട്. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് കറസ്പോണ്ടിങ് ഇക്വേഷൻസ് നമുക്ക് കിട്ടും കേട്ടോ. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. സെക്കൻഡ് എക്സസൈസിലുള്ളത് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. അതായത് ആ ലൈനിൽ കൂടെ ലൈൻ പാസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പോയിന്റ്, അവിടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്നും പറഞ്ഞൊരു പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഉപകരിച്ച് ഗായത്രി ഒരു ക്ലാസ്സിൽ വന്നിട്ടുണ്ട് കേട്ടോ, സ്ട്രെയിറ്റ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓൺലൈൻ ചിലപ്പോൾ ഫുള്ളിരുന്നാലും കൂട്ടും. ചിലപ്പോൾ വന്നിട്ട് ചിലപ്പോൾ എന്താ വിളിച്ചാൽ റെസ്പോണ്ട് ചെയ്യത്തില്ല, അതൊന്നും കൂട്ടത്തില്ല. ജയോൻ കുറെ ക്ലാസ്സിൽ ആബ്സെന്റ് ആയല്ലോ. കേട്ടില്ല. എന്താ പറഞ്ഞ? വെറുതെ ആണല്ലേ? കിട്ടിയോ? അക്ഷയ ആൻസർ കിട്ടിയോ? പറഞ്ഞ കാര്യം ചെയ്യണം കേട്ടോ. ഞാനിപ്പോ പറഞ്ഞല്ലോ എന്താ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ. m2 കിട്ടി. 2 മൈനസ് √3 ഡിവൈഡഡ് ബൈ 2√3 പ്ലസ് 1. ഇതൊരെണ്ണം. m2 ഈക്വൽ 2 പ്ലസ് √3 ഡിവൈഡഡ് ബൈ 1 മൈനസ് 2√3. ഇനി പോയിന്റ് എത്രയാ തന്നേക്കുന്നേ? പോയിന്റ് 2 3 അല്ലേ? അതായത് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് എത്രയാ? 2 3. ഓക്കെ, ഇനി നോക്കാം. നമ്മൾ ഏത് ഫോമാ യൂസ് ചെയ്യണേ? പോയിന്റ് സ്ലോപ്പ് ഫോം. പോയിന്റ് സ്ലോപ്പ് ഫോം ഏതാ? y മൈനസ് വൈ നോട്ട് ഈക്വൽ m ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. അപ്പോ നമ്മൾ എമ്മിന് രണ്ട് വാല്യൂസും കൊടുക്കണം. വെൻ m is equal to 2 മൈനസ് √3 ഡിവൈഡഡ് ബൈ 2√3 പ്ലസ് 1. ഇക്വേഷൻ എന്തായിരിക്കും? y മൈനസ് വൈ നോട്ട് എന്ന് പറയുന്നത് 3 ആണ്, ഇസ് ഈക്വൽ ടു 2 മൈനസ് √3 ഡിവൈഡഡ് ബൈ 2√3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. That is y minus 3 into 2√3 plus 1 equal 2x minus 4 minus x √3 plus 2√3. That is 2√3 y plus y minus 6√3 minus 3 equal 2x minus x √3 minus 4 plus 2√3. എക്സ് കോമൺ എടുക്കുമ്പോൾ 2 മൈനസ് √3 മൈനസ് 4 പ്ലസ് 2√3. ഇവിടെ y കോമൺ എടുക്കുമ്പോൾ 2√3 പ്ലസ് 1 മൈനസ് 6√3 മൈനസ് 3. പ്രോബ്ലം ഞാൻ ചെയ്യണം, നിങ്ങൾ സംസാരിക്കും അല്ലേ?
ചെയ്ത് കഴിഞ്ഞോ? ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കി ചെയ്യാന്ന് ഓർത്തല്ലേ? എഴുതിക്കേ. ഇതാണ് ഒരു ആൻസർ കിട്ടിയേ, ആണോ? ഇനി ഒരു എമ്മും കൂടെ ഉണ്ട്, അതും കൂടെ ഇട്ടിട്ടുള്ള ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കണം. ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. കേട്ടോ, ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഇത് മാത്രമല്ലേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ, കഴിഞ്ഞ ദിവസത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ, അതും കൂടി ഉണ്ട് കേട്ടോ. ഹോംവർക്ക് ചെയ്തിട്ട് വരണം, ടെസ്റ്റിന് പഠിച്ചിട്ട് വരണം. പഠിക്കാണ്ട് ആരും വരരുത് കേട്ടല്ലോ. ഫ്രൈഡേ ആണ്, സമയമുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.